എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോയും ടീമും ആ സുസാനയ്ക്കുള്ളില് സേഫായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വീണ്ടും ഹിറ്റാച്ചിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി അവൻ അൻപു ബ്ലാക്ക് ഓപ്സിൽ ചേർന്ന് അറിഞ്ഞ് അവന്റെ പപ്പ ഒരുപാട് സന്തോഷിക്കും. പപ്പ പറയും, നീ അൻപു ബ്ലാക്ക് ഓപ്സിലാണെങ്കിലും നമ്മുടെ ക്ലാനിനെ കുറിച്ചും നമ്മുടെ ജനങ്ങളെ കുറിച്ചും നീ നല്ല അവെയർ ആയിരിക്കണം. നമ്മുടെ ക്ലാനിന് വേണം നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ. അതിന് ഹിറ്റാച്ചി ആണെങ്കിൽ ഓക്കെ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സി ഉച്ചിയ അവന്റെ കണ്ണ് അത് ഹിറ്റാച്ചിക്ക് കൊടുക്കും. അതിനുശേഷം അവൻ മരണപ്പെടുകയാണ്. അത് കണ്ട് ഹിറ്റാച്ചി അവൻ സി ഉച്ചിയയുടെ പേര് വിളിച്ച് വിളിച്ച് കരയും. അപ്പോഴാണ് ആദ്യമായിട്ട് അവന് മങ്കിക്കു ശരീരം കണ്ണ് അവേക്കനാവുക. അതിനുശേഷമാണ് സി ഉച്ചിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസേഴ്സ് ഹിറ്റാച്ചി അന്വേഷിച്ചു വരുന്നതും അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. ഫുൾ കലിപ്പില് ഹിറ്റാച്ചി അവരെ തല്ലി തല്ലി താഴെയിടും. അതുകണ്ട് അവന്റെ പപ്പ ഷോക്കായി വന്ന് ഹിറ്റാച്ചിയെ പിടിച്ചു മാറ്റി പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്ത് അവിടുന്ന് പറഞ്ഞു വിടും. സാസുകയാണെങ്കിൽ അതൊക്കെ കണ്ട് പേടിച്ച് ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് ഓടി വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചി അവൻ ഡാസോയുമായിട്ട് സംസാരിക്കുകയാണ്. ഡാസോ പറയും, നീ ഇപ്പോ സ്ക്വാഡ്സ് ലീഡറായി കഴിഞ്ഞു. നീ ഇനി മുതൽ ഹൊക്കാഗയുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഹൊക്കാഗയ്ക്ക് നീ ഒരു തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിനക്ക് ഞാൻ ഇപ്പൊ കുറച്ച് മിഷൻസ് തരാൻ പോവാണ്. കുറച്ചു പേരെ നീ കൊല്ലണം. അതിനുവേണ്ടി നിനക്ക് ഏതാനും അസിസ്റ്റൻസിനെയും കൂടെ ഞാൻ തരാൻ പോവാണ്. ഉടനെ അവൻ അസിസ്റ്റൻസ് ആയിട്ട് കുറച്ചു പേർ അവിടേക്ക് വരും. പിന്നീട് അവർ ടീമായി ഓരോരുത്തരായിട്ട് കൊന്നൊടുക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും അവൻ ഡാസോയ്ക്കനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ ഡാസോ ആണെങ്കിൽ ഹിറ്റാച്ചിയുടെ ഓരോ മൂമെന്റ്സും കറക്റ്റായിട്ട് വാച്ച് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഹിറ്റാച്ചി അവൻ വീട്ടിലേക്ക് വരികയാണ്. ഹിറ്റാച്ചിയെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തില് സാസുക ഓടിപ്പോയി അവനെ ഹഗ് ചെയ്യും. സാസുക പറയും, ചേട്ടാ എനിക്ക് ഇന്നു മുതൽ നിങ്ങൾ വേണം ട്രെയിനിങ് തരാൻ. അതിന് ഹിറ്റാച്ചി പറയും, എനിക്കിപ്പോ ആരോഗ്യമില്ല, ഞാൻ മിഷന് പോയി മടുത്ത് തളർന്നാണ് വീട്ടിലേക്ക് വന്നത്. സോ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഹിറ്റാച്ചി അവന്റെ തലയിൽ തട്ടി അങ്ങനെ വീട്ടിലേക്ക് കയറും. അവൻ റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായി അവന്റെ പപ്പയെ അങ്ങനെ പാസ് ചെയ്യും. പക്ഷെ അവൻ പപ്പയോട് സംസാരിക്കാനോ മൈൻഡ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. ഉടനെ പപ്പ ആള് ഹിറ്റാച്ചി വിളിച്ചിട്ട് പറയും, 3 ദിവസം കഴിഞ്ഞാ നമ്മുടെ ക്ലാനിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. നിനക്കത് ഓർമ്മയില്ലേ? ഉറപ്പായിട്ടും നീ അതിൽ പങ്കെടുക്കണം. അതിനവൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് നാളെ ഒരു മിഷൻ ഉണ്ട്. അതിനവന്റെ പപ്പ പറയും, ഒരു കാരണവശാലും നീ വരാതിരിക്കാനായിട്ട് പാടില്ല. ഇത് നമ്മുടെ ക്ലാനിന്റെ കാര്യമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവന്റെ പപ്പ ഇപ്പോ ആ സ്റ്റോൺസ് ടാബ്ലറ്റിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഹിറ്റാച്ചിയുടെ പപ്പ പറയും, ഇത് വായിക്കണമെങ്കിൽ മങ്കിക്കു ശരീരം കണ്ണ് അത് ആവശ്യമാണ്. ഹിറ്റാച്ചി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വായിച്ചു തരണോ? അടുത്ത സെക്കൻഡ് ഹിറ്റാച്ചിയുടെ പപ്പ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹിറ്റാച്ചിയെ തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ഹിറ്റാച്ചി ഒരു കാര്യം കണ്ട് ഇപ്പൊ ഷോക്കാവുക. അവന്റെ പപ്പയുടെ കണ്ണും മങ്കിക്കു ശരീരം കണ്ണ് തന്നെയാണ്. ഉടനെ പപ്പ പറയും, തേർഡ് നിഞ്ച വാറില് എനിക്ക് എന്റെ ഫ്രണ്ടാണ് അവന്റെ കണ്ണ് തന്നത്. സോ അതിലൂടെ എനിക്ക് മങ്കിക്കു ശരീരം കണ്ണ് അവേക്കനായി. നിന്നെ കൊണ്ടും ഇത് വായിക്കാൻ കഴിയും എന്നെനിക്കറിയാം. ഇപ്പൊ നമ്മുടെ ക്ലാൻ തെറ്റായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിലുള്ള ഹയർ ഒഫീഷ്യൽസ് അവർ ആക്ച്വലി നമ്മളെ ഒരുപാട് പേടിയോടും ഭീതിയോടും കൂടെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഹിറ്റാച്ചി പറയും, അതെ, നമ്മുടെ ശരീരം കണ്ണ് അതുപയോഗിച്ച് നമ്മൾ ആ 9 ടൈലിനെ കൺട്രോൾ ചെയ്യോ എന്നാണ് അവരുടെ പേടി. ശരീരം കണ്ണുകൊണ്ട് മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. ആക്ച്വലി പപ്പ ഒരു ഹൊക്കാഗയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനാള് പറയും, ഇതുവരെ ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഇൻ കേസ് എല്ലാവരും എന്നെ ഫോഴ്സ് ചെയ്ത് ഹൊക്കാഗെ ആകാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആവും. അതുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ എന്റെ മങ്കിക്കു ശരീരം കണ്ണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ഹൈഡ് ചെയ്ത് പിടിച്ചത്. ഇൻ കേസ് ഞാൻ ഹൊക്കാഗെ ആവുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതിപ്പോ കാണിക്കാൻ തുടങ്ങും. ആദ്യം ഞാൻ ആ 9 ടൈലിനെ അതിനെ കണ്ടുപിടിക്കും. അതിനുശേഷം അവന്റെ ബോഡിയിൽ നിന്ന് ആ 9 ടൈലിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിനുശേഷം വലിയൊരു വാറായിരിക്കും നമ്മുടെ ഗ്രാമത്തിൽ നടക്കുക. ഇതാണ് എന്നെ കൊണ്ട് എല്ലാവരും ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഹിറ്റാച്ചി, നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. നീ എന്റെ മകനാണ്. സോ എന്ത് വില കൊടുത്തും നമുക്ക് നമ്മുടെ ക്ലാൻ പ്രൊട്ടക്ട് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചി എല്ലാ കാര്യവും അവന്റെ പപ്പയിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി
അവന്റെ അസിസ്റ്റൻസിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൻ അവരോട് പറയും ഉച്ചിഹ ക്ലാൻ ലീഫ് വില്ലേജിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലീഫ് വില്ലേജിലെ ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്തും ഈ കാര്യം ഹിറ്റാച്ചി പറയും. അത് കേട്ട് ഡാസോ പറയും എത്രയും പെട്ടെന്ന് ആദ്യത്തെ അറ്റാക്ക് അത് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും അവരെ ജയിക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല. ഉച്ചിഹ ക്ലാൻ അത് മുഴുവനായിട്ടും എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. അത് കേട്ട് തേർഡ് ഒക്കാക ആൾ ടെൻഷനായിട്ട് പറയും നോ, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. അതിനുശേഷം മാത്രം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡാസോ ഹിറ്റാച്ചിയെ ഒറ്റയ്ക്ക് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഡാസോ പറയും തേർഡ് ഒക്കായ്ക്ക് ലീഫ് വില്ലേജ് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മാർഗത്തിൽ പോയ ഒച്ചിഹ ക്ലാൻ ഉറപ്പായിട്ടും ലീഫ് വില്ലേജിനെ നശിപ്പിച്ച് കളയും. സോ നീ തീരുമാനിക്കണം, ലീഫ് വില്ലേജിന്റെ കൂടെ നിൽക്കണോ അതോ നിന്റെ ക്ലാനായ ഉച്ചിഹ ക്ലാനോട് ചേർന്ന് നിൽക്കണോ എന്ന്. ഹിറ്റാച്ചിക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഉടനെ ഡാസോ പറയും നീ ഇപ്പോ അൻബു ബ്ലാക്ക് ഓപ്സിന്റെ ഹെഡാണ്. നീ ഒരു യഥാർത്ഥ ഷിനോബി ആണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ വില്ലേജിനെ വേണം നീ പ്രൊട്ടക്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു നീ നിന്റെ ക്ലാനിനെ ഇല്ലാതാക്കണം. പക്ഷെ നിന്റെ ബ്രദറിനെ അവനെ മാത്രം നീ കൊല്ലണ്ട. പക്ഷെ ബാക്കി ആരും ഇനി ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. അത് കേട്ട് ഹിറ്റാച്ചി അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓരോ ദിവസം കഴിയുന്തോറും ഹിറ്റാച്ചിയുടെ സംശയം, അവന്റെ കൺഫ്യൂഷൻ, ടെൻഷൻ അതെല്ലാം കൂടി വരും. ക്ലാൻ ആണോ വില്ലേജ് ആണോ ഏറ്റവും കൂടുതൽ പ്രധാനം, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നവൻ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേര് റേസൊക്കെ നടത്തി നമ്മുടെ സാസുക വിജയിക്കുന്നത് കാണും. അത് കാണുമ്പോൾ അവൻ ഒത്തിരി സന്തോഷാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മാതുരയാണെന്ന് കരുതി അവൻ ഒബീട്ടോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നൈറ്റ് ഒബീട്ടോയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹിറ്റാച്ചി ആണെങ്കിൽ ഗ്രാമത്തിലുള്ള ജനങ്ങളെ എല്ലാം തന്നെ വെട്ടിക്കൊല്ലുകയാണ്. അതേസമയം ഇവിടെ ഒബീട്ടോ അവൻ പോലീസ് ഓഫീസേഴ്സിനെയും ഒഫീഷ്യൽസിനെയും എല്ലാവരെയും തന്നെ കൊന്നു തള്ളുന്നു. പിഞ്ച് കുഞ്ഞുങ്ങളെയും അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും എന്നിങ്ങനെ എല്ലാവരെയും ഹിറ്റാച്ചി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും ഹിറ്റാച്ചിയുടെ മുൻപിലേക്ക് അവന്റെ പപ്പ മങ്കിക്കു ശരിയും കണ്ണ് അത് അവേക്കം ചെയ്ത് വരിക. അവന്റെ പപ്പ പറയും ഞാൻ കരുതിയത് നീ നമ്മുടെ ക്ലാന്റെ കൂടെ നിൽക്കുമെന്നാണ്. പക്ഷേ നീ ഇപ്പോ നിന്റെ കൈകൊണ്ട് തന്നെ നമ്മുടെ ക്ലാനിനെ ഇല്ലാതാക്കുകയാണല്ലേ. അത് കേട്ട് ഹിറ്റാച്ചി അവനും അവന്റെ മങ്കിക്കു ശരിയും കണ്ണ് അത് അവേക്കം ചെയ്ത് പപ്പയെ നോക്കി നിൽക്കും. അതേസമയം ഒബീട്ടോ അവനിപ്പോ ഹിറ്റാച്ചിയുടെ ഗേൾ ഫ്രണ്ടിനെ അങ്ങനെ ഒരു ചെയിൻ ഉപയോഗിച്ച് പിടിച്ചു വലിക്കുകയാണ്. അവൾ ഒരുപാട് ആഗ്രഹിക്കും ഹിറ്റാച്ചി അവളെ രക്ഷിക്കുമെന്ന്. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ അവിടേക്ക് എത്തില്ല. ഹിറ്റാച്ചി ഇപ്പോഴും അവന്റെ പപ്പയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹിറ്റാച്ചി പറയും ഇതാണ് എന്റെ ശരി. അത് കേൾക്കേണ്ട താമസം പപ്പയുടെ ക്ലൗൺ അതവിടെ ഇല്ലാതാവും. അപ്പോഴായിരിക്കും ഹിറ്റാച്ചിക്ക് പിടികിട്ടുക അത് വെറും ഒരു ക്ലൗൺ ആയിരുന്നെന്ന്. ഹിറ്റാച്ചിയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടാൻ തുടങ്ങും. കാരണം അവന്റെ പപ്പയുടെ അത്രയും സ്ട്രെങ്ത് അവനില്ല. എന്നെ കൊണ്ട് ഒരിക്കലും പപ്പയായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനായിട്ട് കഴിയില്ല, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഹിറ്റാച്ചി മനസ്സില്ലാ മനസ്സോടുകൂടെ നടന്ന് അവന്റെ വീട്ടിലേക്ക് വരും. അപ്പ അവൻ കാണും പപ്പയും മമ്മിയും അവർ രണ്ടുപേരും ഹിറ്റാച്ചിക്കായി കാത്തിരിക്കുകയാണ്. മുട്ടുകുത്തി ഓപ്പോസിറ്റ് സൈഡില് അങ്ങനെ ഇരിക്കും. പപ്പ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. പപ്പ ഹിറ്റാച്ചിയോട് പറയും എന്റെ മകനോട് എനിക്കൊരു ഡെത്ത് മാച്ചിന് താല്പര്യമില്ല. നീ ഇപ്പോ ഓപ്പോസിറ്റ് സൈഡില് ചേർന്ന് കഴിഞ്ഞല്ലേ. ആക്ച്വലി നിന്നെ ഓർത്ത് ഞങ്ങൾക്ക് നല്ല ബഹുമാനം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ തീരുമാനം എന്താണെങ്കിലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒരേ ഒരു കാര്യം, നിന്റെ അനുജൻ സാസുക അവനെ മാത്രം നീ പ്രൊട്ടക്ട് ചെയ്യണം. ഏത് സാഹചര്യത്തിലും നീ അവന്റെ കൂടെ ഉണ്ടാവണം. ഹിറ്റാച്ചിയുടെ കൈകൾ വിറച്ച് അവൻ പൊട്ടിക്കരഞ്ഞ് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് വെട്ടി താഴെയിടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചി അവൻ തേർഡ് ഹൊക്കാഗിന്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറയും. എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ പെർമിഷൻ ഇല്ലാതെ അതൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. അതിന് തേർഡ് ഹൊക്കാഗ പറയും ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത്. ഞങ്ങൾ എല്ലാവരും പ്രഷർ ചെയ്താണ് നീ ഇത് ചെയ്തത്. പക്ഷെ നീ ഇപ്പോ ഒരു റോക്ക് നിഞ്ചയാണ്. ബിങ്കോ ബുക്കില് നിന്റെ പേര് വന്നു കഴിഞ്ഞു. ഹിറ്റാച്ചി പറയും ഞാൻ അക്കാസ്കി ടീമില് ചേരാൻ പോവാണ്. ഇവിടം വിട്ട് എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോവും. അപ്പോഴേക്കും അൻബു ബ്ലാക്ക് ഓപ്സ് അവര് ഹിറ്റാച്ചിയെ റൗണ്ട് ചെയ്യും. അവര് പറയും നിങ്ങളിപ്പോ ഒരു റോക്ക് നിഞ്ചയാണ്, ഞങ്ങളുടെ മുൻപില് മറ്റൊരു വഴിയുമില്ല, നിങ്ങളെ കൊന്നേ തീരുമെന്ന് പറഞ്ഞ് അവരിപ്പോ ഹിറ്റാച്ചിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് അവരെ മുഴുവൻ ഒരു ഗെഞ്ചപ്സൂൽ ആഴ്ത്തി ഹിറ്റാച്ചി അവനിപ്പോ ഒബീട്ടോയുടെ അടുത്തേക്ക് പോവും. അതിനുശേഷം ഹിറ്റാച്ചിയും അക്കാസ്കെ ടീമിലെ ഒരു മെമ്പറായി തീരും. ഒറോച്ചിമാറു ഹിറ്റാച്ചിയെ കണ്ട് ഭയങ്കരമായിട്ട് വണ്ടടിക്കും. കാരണം ഒറോച്ചിമാറു ഹിറ്റാച്ചി അവിടേക്ക് എത്തുമെന്ന്
തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം അക്കാസ്കി ടീമിലെ എല്ലാവരും ചേർന്ന് പുതുതായി ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെയിൻ അവൻ പതിയെ നടന്നു വന്ന് ഹിറ്റാച്ചിയുടെ ഹെഡ് ബാൻഡില് അങ്ങനെ ഒരു സ്ക്രാച്ച് ഇടും. നീ ഇന്നു മുതൽ അക്കാസ്കി ടീം മെമ്പറാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവരെല്ലാവരും ഒരു ടീമായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.